ഈ കഥയിലെ കഥയും കഥാപാത്രങ്ങളും തികച്ചും സാങ്കല്പികം മാത്രം. അത് എനിക്ക് വൃന്ദയെ ഇഷ്ടമാണ്. എന്ത് വൃന്ദയോ? ദീപകിന്റെ ഉത്തരം കേട്ട സ്വപ്ന പെട്ടെന്ന് ഞെട്ടിപ്പോയി. നിന്റെ കൂടെ പണ്ട് കറങ്ങി നടന്ന ആ പൊട്ടി പെണ്ണോ? നമ്മുടെ സ്റ്റാറ്റസിന് ചേർന്നവളാണോ അവൾ? നിനക്കിത് എങ്ങനെ എന്നോട് പറയാൻ തോന്നി ദീപു? ഇത്രയും പറഞ്ഞ് സ്വപ്ന അവിടെ നിന്നും എഴുന്നേറ്റ് പോയി. ദീപകിന് താൻ എന്താണ് അറിയാതെ പറഞ്ഞതെന്ന് മനസ്സിലാകാതെ നേരെ അവൻ റൂമിലേക്ക് പോയി. ഭഗവാനെ, ഞാൻ എന്തിനാ അമ്മ കല്യാണക്കാര്യം പറഞ്ഞപ്പോ വൃന്ദയുടെ പേര് അറിയാതെ പറഞ്ഞത്? അവളെ ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ അറിയില്ല. പക്ഷേ എന്തായിരുന്നാലും ഞാൻ അവളെ ആഗ്രഹിക്കാൻ പാടില്ല. കാരണം അവളുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞതാണ്. പിറ്റേന്ന് നേരം പുലർന്നതും ആലിയ ഷിഖാവത്ത് വീട്ടിലേക്ക് വന്നു. വന്ന പാടെ തന്നെ സ്വപ്ന അവളെ വട്ടം വെച്ചു. മോളുടെ വിവാഹം കഴിഞ്ഞതാണോ? ഇല്ല ആൻറ്റി, വിവാഹം നോക്കുന്നുണ്ട്, പക്ഷേ ഒന്നും അങ്ങോട്ട് റെഡി ആകുന്നില്ല. അന്നേരം അവളെ പറയാൻ അനുവദിക്കാതെ സ്വപ്ന തുടർന്നു. ഇത്രയും സൗന്ദര്യമുള്ള മോളെ ആർക്കും ഇഷ്ടപ്പെട്ടില്ലെന്നാണോ പറഞ്ഞു വരുന്നത്? ഏയ് ആൻറ്റി, സൗന്ദര്യവും പണവും ഒന്നും അല്ലല്ലോ ഇമ്പോർട്ടൻറ്റ്. എനിക്ക് ഫാമിലി ഇല്ലാതായി പോയില്ലേ? എന്താ മോളെ നീ പറഞ്ഞു വരുന്നത്? അത് പിന്നെ ആൻറ്റി, എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒറ്റ മോളായിരുന്നു ഞാൻ. പ്രണയിച്ച് വിവാഹം കഴിച്ചവരാ അവരിരുവരും. അതുകൊണ്ട് തന്നെ ബന്ധുക്കളാരും ഒട്ടും സഹകരണമൊന്നും ഇല്ലായിരുന്നു. പിന്നീട് കുറേ കാലം കഴിഞ്ഞ് അച്ഛൻ നമ്മളെ ഉപേക്ഷിച്ച് പോയി വേറെ വിവാഹം കഴിച്ചു. അമ്മയും ഞാനും തനിച്ചായി. അമ്മ അവിടെ നിന്ന് പടവെട്ടി കയറി വന്ന് എന്നെ ഈ വലിയ നിലയിൽ എത്തിച്ചു. പക്ഷേ അമ്മയും ഇപ്പോൾ ഇല്ല, അച്ഛനും എൻ്റെ കൂടെ ഇല്ല. കുറേ സമ്പാദ്യമുണ്ട്, അതിൻ്റെ നടുവിൽ ഒറ്റയ്ക്ക് ഞാനും ഉണ്ട്. ഇതെല്ലാം ദീപക് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ആലിയ തൻ്റെ ജീവിതം തുറന്നടിക്കുന്നത് കേട്ടപ്പോൾ അവന് അവളോടൊരു സഹതാപം തോന്നി. പെട്ടെന്ന് അങ്ങോട്ടേക്ക് നന്ദൻ വന്നതും ആലിയ ഫയലുകളുമായി നന്ദൻ്റെ അടുത്തേക്ക് പോകാൻ തുടങ്ങിയതും സ്വപ്ന തുടർന്നു. മോളുടെ നക്ഷത്രം ഏതാ? അത് രോഹിണി. ഇത്രയും പറഞ്ഞുകൊണ്ട് ആലിയ അവളുടെ ജോലികളിൽ മുഴുകി. ആലിയ അന്നത്തെ ദിവസം അവിടെ നിന്നും പോയി കഴിഞ്ഞതും സ്വപ്ന നന്ദനോട് പറഞ്ഞു, നന്ദേട്ടാ, നമ്മുടെ മോൻ്റെ വിവാഹം ഇത്തവണയെങ്കിലും നമുക്ക് നടത്തണ്ടേ? കേട്ടിടത്തോളം ആ ആലിയയുടെ ജാതകം നമ്മുടെ മോനുമായി ചേരുമെന്നാ എനിക്ക് തോന്നുന്നത്. നമുക്ക് അതങ്ങ് ആലോചിച്ചാലോ? നീ എന്തൊക്കെയാ സ്വപ്നയാ ഈ പറയുന്നത്? അത് പിന്നെ മറക്കണ്ട അവന്റെ കാര്യം. നമുക്ക് സ്വാമിനിയെ കാണാൻ പോവാൻ നന്ദേട്ടാ. സ്വപ്ന നിർബന്ധം പിടിച്ചതും നന്ദൻ പറഞ്ഞു, ശരി പോവാം. അല്ല, നിന്റെ ശബ്ദത്തിന് എന്ത് പറ്റി? അത് പിന്നെ നന്ദേട്ടാ, തണുപ്പല്ലേ? എന്റെ മാത്രമല്ല എല്ലാവരുടെയും ശബ്ദം അടഞ്ഞായിരിക്കുന്നേ. ഇരുവരും സ്വാമിയെ കാണാൻ പുറപ്പെട്ടതും ദീപക് ഒന്ന് പുറത്തു പോകാനായി ഇറങ്ങി. കാറുമെടുത്ത് മോക്ഷിനെയും കൂട്ടി പുറത്തേക്ക് പോകവേ പെട്ടെന്നാണ് പൂജാരിയുടെ വീടിന്റെ മുൻഭാഗത്ത് വൃന്ദ നിൽക്കുന്നത് കണ്ടത്. വൃന്ദ, നീ വരുന്നുണ്ടോ? നമ്മൾ ഒന്ന് സിറ്റിയിലേക്ക് കറങ്ങാമെന്ന് വിചാരിക്കുന്നു. ദീപക് നീട്ടി വിളിച്ചു. പെട്ടെന്ന് വൃന്ദ പറഞ്ഞു, ദീപ് പോവല്ലേ, എനിക്ക് സിറ്റിയിൽ കുറച്ച് ലെറ്റേഴ്സ് കൊടുക്കാനുണ്ടായിരുന്നു. നിങ്ങൾ എന്തായാലും ലക്ഷ്യമില്ലാതെ കറങ്ങാൻ ഇറങ്ങിയതല്ലേ, അപ്പൊ പിന്നെ ഞാൻ പറയുന്ന വഴിയിലൂടെ ആവട്ടെ പോക്ക്. എന്റെ സ്കൂട്ടറിന്റെ പെട്രോൾ എങ്കിലും ലാഭിക്കാമല്ലോ. എന്താ? നീ വാ ആദ്യം. വൃന്ദ തനിക്ക് ഡെലിവർ ചെയ്യാനുള്ള കത്തുകളും പെറുക്കിയെടുത്തുകൊണ്ട് തന്നെ നേരെ ദീപകിന്റെ കാറിനടുത്തേക്ക് നടന്നു. പെട്ടെന്ന് ദീപക് ഫ്രണ്ട് സീറ്റിലിരുന്ന മോക്ഷിനോട് പറഞ്ഞു, എടാ, നീ ഒന്ന് പിറകിലിറങ്ങിയിരിക്കാവോ? ദീപകിന്റെ ചോദ്യം കേട്ടതും മോക്ഷ് ഒന്ന് ഞെട്ടി. ഏട്ടനിപ്പോൾ എന്താ ആകെ മൊത്തം ഒരു മാറ്റം? ശരി, നടക്കട്ടെ. മറക്കണ്ട, അവളുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞതാ. ആ രഞ്ജിത്തങ്ങാനം കണ്ട പിന്നെ അത് മതി. ഡാ നീ കൂടുതലൊന്നും പറയണ്ട, സംശയിക്കാൻ വേണ്ട. അവള് എൻ്റെ അടുത്ത കൂട്ടുകാരി അല്ലായിരുന്നോ പണ്ട്? അപ്പോ അവളോട് കുറച്ച് മിണ്ടിയും പറഞ്ഞിരിക്കാന്ന് കരുതി, അല്ലാതെ ഇതിന് മറ്റൊരർത്ഥമൊന്നും ഇല്ല. ദീപക് ഇത്രയും പറഞ്ഞതും മോക്ഷ് പിറകിലേക്ക് ഇരിക്കുന്നത് കണ്ടതും വൃന്ദ വന്ന് ഫ്രണ്ട് സീറ്റിൽ കയറിയിരുന്നു. അപ്പോ ആദ്യം എങ്ങോട്ടാ പോവേണ്ടേ മിസ് വൃന്ദ ശർമ്മ? ആദ്യം ഞാൻ ഈ പറയുന്ന അഡ്രസ് ആവട്ടെ, സിറ്റി മാൾ ജംഗ്ഷൻ 24B ശങ്കരവിലാസം. അവിടെയാണ് ഇന്നത്തെ ആദ്യത്തെ കത്ത് ഡെലിവർ ചെയ്യേണ്ടത്. ദീപക് വൃന്ദ പറഞ്ഞ സ്ഥലത്തേക്ക് വണ്ടി വിട്ടതും പിറകിലിരുന്ന് മോക്ഷ് കമന്റടി തുടങ്ങി. എന്നാലും കാറിൽ പോയി ലെറ്റർ കൊടുക്കുന്ന ആദ്യത്തെ പോസ്റ്റ് വുമൺ ആയിരിക്കും വൃന്ദ. വൃന്ദ പെട്ടെന്ന് മോക്ഷിനെ ഒന്ന് ഇളിച്ചു കാണിച്ചുകൊണ്ട് പറഞ്ഞു, മോനെ മോക്ഷ്,
ഓഹോ, വൃന്ദ എന്റെ പേരൊന്നും മറന്നിട്ടില്ലല്ലേ? അധികം നീ മിണ്ടണ്ട. നിന്റെ ലവ് അഫെയറിനെ പറ്റിയൊക്കെ എനിക്ക് നന്നായി അറിയാം കേട്ടോ. കേട്ടോ ദീപ്, ഇവന് ഒരു പ്രേമം ഉണ്ടെന്നേ. നമ്മുടെ ദിയയാ കക്ഷി, അറിയാവോ? ഇത്രയും പറഞ്ഞുകൊണ്ട് മൂവരും ഓരോന്ന് സംസാരിച്ചുകൊണ്ട് വൃന്ദയ്ക്ക് കത്ത് കൊടുക്കാനുള്ള ലൊക്കേഷനിലേക്ക് പോയി. കത്തുകളെല്ലാം കൊടുത്തു തീർത്തതും മോക്ഷ് പറഞ്ഞു, ഏട്ടാ ഏട്ടാ, ഇനി എനിക്കൊരാളെ കൂടി പിക്ക് ചെയ്യണം, ദിയേ. ദീപക് മോക്ഷിനെ ഒന്ന് തുറച്ചു നോക്കിയെങ്കിലും ചിരിച്ചുകൊണ്ട് സമ്മതം മൂളിക്കൊണ്ട് നേരെ പോയി ദിയേയും പിക്ക് ചെയ്തുകൊണ്ട് കറക്കം തുടർന്നു. കാറിന്റെ മുന്നിലത്തെ സീറ്റിൽ ദീപക്കും വൃന്ദയും, പിറകിലത്തെ സീറ്റിൽ ദിയയും മോക്ഷും. യാത്രക്കിടെ ദീപക് പറഞ്ഞു, വൃന്ദ, നീ ഇതൊക്കെ കാണുന്നുണ്ടോ? ഇവിടെ ഒരുത്തും പുര നിറഞ്ഞു നിൽക്കുമ്പോ എന്റെ അനിയന്തിയെ നോക്കിക്കേ, അവന്റെ കാമുകിയെ നെഞ്ചിൽ തലചാക്കാൻ ഇടം കൊടുക്കുന്നത്. അവന്റെയൊക്കെ ഒരു യോഗം. ഇത്രയും ദീപക് പറഞ്ഞതും പെട്ടെന്ന് ദിയ മോക്ഷിന്റെ നെഞ്ചിൽ നിന്നും എഴുന്നേറ്റുകൊണ്ട് ചമ്മിയെ പോലെ നിന്നു. അന്നേരം വൃന്ദ പറഞ്ഞു, മോളെ ദിയ, എടാ മോക്ഷ്, നിങ്ങൾ എന്തോ ആയിക്കോന്നേ, ഈ വൃന്ദ നിങ്ങൾക്ക് ഫുള്ള് സപ്പോർട്ടുണ്ട്. ദീപ്, നീ വരുന്ന കല്യാണാലോചന മുഴുവൻ മുടക്കി നടക്കുന്നു എന്ന് വെച്ച് നിന്റെ അനിയനും കൂടി നിനക്ക് വേണ്ടി കാത്തിരിക്കണമെന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാവും? അന്നേരം മോക്ഷ് പറഞ്ഞു, അങ്ങനെ പറഞ്ഞു കൊടുക്ക് വൃന്ദേട്ടത്തി. അന്നേരം പെട്ടെന്ന് വൃന്ദയും ദീപക്കും ഒരുമിച്ച് മോക്ഷിനെ ഒന്ന് തിരിഞ്ഞു നോക്കി. ദീപക് വണ്ടിയുടെ ബ്രേക്ക് ചവിട്ടി. ഏട്ടത്തി? ഇരുവരും ഒരേ സമയം ചോദിച്ചു. സോറി, പെട്ടെന്ന് ആ ഫ്ലോയിൽ അങ്ങ് വന്നുപോയതാ. ദീപക്കും വൃന്ദയും അതങ്ങ് ചിരിച്ചു തള്ളി. ദീപക് വണ്ടി മുന്നോട്ടെടുത്തുകൊണ്ട് പറഞ്ഞു, അല്ലെങ്കിലും എന്റെ അനിയ, നീ പറഞ്ഞ കാര്യം ഞാൻ ഇപ്പോഴാ ആലോചിക്കുന്നേ. എന്ത്? അല്ല, നീ ഇപ്പോ ഇവളെ വൃന്ദേട്ടത്തി എന്ന് വിളിച്ചില്ലേ? ഇവള് വളർന്ന് ഇത്രയും സുന്ദരിയാവോന്ന് അറിഞ്ഞിരുന്നേൽ പണ്ടേ തന്നെ ഞാനിവളെ പ്രപ്പോസ് ചെയ്തേനെ. വൃന്ദ അത് കേട്ടതും ദീപകിനെ രൂക്ഷമായി നോക്കിക്കൊണ്ട് അവന്റെ മൂക്കിന് പിടിച്ചു. മോനെ, അധികം നീ അറിയല്ലേ? ദേ കണ്ടോ, രഞ്ജിത്ത് എന്റെ വിരലിട്ട മോതിരം. എന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞതാ. രഞ്ജിത്തെങ്ങാനും അറിഞ്ഞ നിന്നെ അവൻ തീർക്കും. നിന്റെ ഒരു കൊഞ്ചൽ. മര്യാദയ്ക്ക് വണ്ടി എടുക്കടാ. നീ ഇപ്പോ ആരെയും കല്യാണം കഴിക്കാൻ താല്പര്യം കാണിക്കുന്നില്ലെന്ന് വെച്ച് എനിക്കും നിന്റെ അനിയ മോക്ഷിനും ഒന്നും വേറെ ആരെയും കല്യാണം കഴിക്കാതിരിക്കാനൊന്നും പറ്റില്ലല്ലോ. അത്രേ ഉള്ളൂ. ദീപക് അന്നേരം ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആയിക്കോട്ടെ. അല്ല വൃന്ദ, നിന്റെ ശബ്ദത്തിന് എന്ത് പറ്റി? ഒന്നും പറയണ്ട എന്റെ ദീപ്. ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയതാ. ആകെ മൊത്തം ഒരു തണുപ്പും വിറയലും പനിയും എല്ലാം ഉണ്ട്. ക്ലൈമറ്റിന്റെ ആയിരിക്കുമെന്നേ. ദീപക് നേരെ കാർ ഒരു പബ്ബിലേക്ക് വിട്ടു. രാത്രി 7 മണി കഴിഞ്ഞു. പാട്ടും ഡാൻസും DJയും ഒക്കെയായി 4 പേരും അടിച്ചു പൊളിക്കുകയാണ്. അതേസമയം സ്വപ്ന ദീപകിന്റെയും മോക്ഷന്റെയും ഫോണിലേക്ക് മാറി വിളിക്കുകയാണ്. മോനെ, ഒന്ന് ഫോൺ എടുക്കടാ. ഇവന്മാരിപ്പോ എവിടെയാണെന്ന് എങ്ങനെയോ ഒന്ന് അറിയുന്നത്? എനിക്കാണെങ്കിൽ ഒട്ടും വയ്യല്ലോ. പക്ഷേ ദീപക്കും മോക്ഷം പാർട്ടിയുടെ ബഹളത്തിൽ ഫോൺ കോൾ ശബ്ദമൊന്നും കേട്ടതേ ഇല്ലായിരുന്നു. സ്വപ്ന അതേസമയം വീട്ടിൽ ആകെ ടെൻഷൻ അടിച്ചുകൊണ്ട് നന്ദനോട് പറഞ്ഞു. നന്ദേട്ടാ, എനിക്കാകെ പേടിയാവുന്നു. സ്വാമിനി പറഞ്ഞത് നന്ദേട്ടനും കേട്ടതല്ലേ? ദീപകിനെ ചുറ്റിപ്പറ്റി അപകടമുണ്ട്. അവനാകെ അപകടം നിറഞ്ഞ സമയമാണിത്. അവനെ ചുറ്റിപ്പറ്റി അവളുണ്ടെന്നല്ലേ അറിയാൻ പറ്റിയത്. മറക്കണ്ട. നീ ആരുടെ കാര്യമാ സ്വപ്ന ഈ പറഞ്ഞു വരുന്നത്? എന്റെ പൊന്നു മനുഷ്യ, നിങ്ങളത് മറന്നോ? 24 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ ആരെയാണോ അശ്വഹംസ കടപ്പുറത്തിൽ ആ വിശ്വദ്വീപിൽ വെച്ച് ചതിച്ചത്, ഇന്ന് അവൾ പറഞ്ഞതുപോലെ അവളുടെ മകൾക്ക് 25 വയസ്സാവുന്ന ദിവസമാണ്. ഓർത്തു വെച്ചോ നിങ്ങൾ. മാതുലിക ഇപ്പൊ ജീവനോടെ ഉണ്ടെങ്കിൽ അവൾ തീർച്ചയായും വരും. നമ്മൾ ഇത്രയും കാലം ആര് വരില്ലെന്നാണോ കരുതിയത്? അവള് വരുമെന്നാ സ്വാമിനി പറഞ്ഞത്. എനിക്കാകെ പേടിയാവുന്നുണ്ട്. അന്നേരം നന്ദൻ സ്വപ്നയെ നോക്കി. നീ പേടിക്കാതിരിക്കുക സ്വപ്നേ. നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമെന്ന് എനിക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് അവൾക്ക് ജനിച്ച 2 കുഞ്ഞിനെയും അവളുടെ അടുത്തു നിന്നും ഞാൻ കടത്തിക്കൊണ്ട് വന്നതും ഒരു പുഴയിൽ ആ 2 കുഞ്ഞുങ്ങളെയും ഞാൻ ഒഴുക്കി വിട്ടതും. ആ കുഞ്ഞുങ്ങളൊക്കെ അന്ന് തന്നെ വെള്ളത്തിൽ മുങ്ങി മരിച്ചിട്ടുണ്ടാവും. അന്നേരം സ്വപ്ന കയർത്തുകൊണ്ട് നന്ദന്റെ നേരെ തിരിഞ്ഞു. തെറ്റ് ചെയ്തു നന്ദേട്ടാ നിങ്ങൾ. പുഴയിൽ ഒഴുക്കി വിട്ട കുഞ്ഞുങ്ങൾ മരിച്ചു പോവാൻ അവർ 2 പേരും സാധാരണ കുഞ്ഞുങ്ങളൊന്നുമല്ല. നിങ്ങളന്ന് ഒഴുക്കി വിട്ടത് 2 മത്സ്യകന്യകമാരിയാ. മീനിനെ പിടിച്ച് വെള്ളത്തിലിട്ടിട്ട് അവര് മരിച്ചു പോകുമെന്ന് പറയാൻ നിങ്ങൾക്ക് നാണമില്ലേ മനുഷ്യ? കരയിൽ ഉണ്ടാവുന്നതിനേക്കാൾ മത്സ്യത്തിന് വീര്യം കൂടുന്നത് വെള്ളത്തിലുണ്ടാവുമ്പോഴായിരിക്കും. എന്റെ പൊന്ന് സ്വപ്നെ, ആ കുഞ്ഞുങ്ങൾ 2 എനിക്ക് ജനിച്ച കുഞ്ഞുങ്ങളാ. ആ കുഞ്ഞുങ്ങൾക്ക് 25 വയസ്സാകുമ്പോൾ മാത്രമേ മത്സ്യകന്യകയാകാൻ കഴിയുള്ളൂ. ഞാൻ ആ കുഞ്ഞിനെ ഒഴുക്കി വിടുന്ന സമയത്ത് അവർ 2 പേരും മനുഷ്യരാ. അതുകൊണ്ട് നീ പേടിക്കാതിരിക്കും.
നമ്മുടെ മോന് ഒന്നും വരില്ല. അതേസമയം പാർട്ടിയിൽ എല്ലാവരും സ്വിമ്മിംഗ് പൂളിനടുത്ത് നിന്നതും അങ്ങോട്ടേക്ക് ആലിയ കയറി വന്നു. ഇല്ലടാ, മരിച്ചിട്ടില്ല. ഇപ്പോഴും ഞാൻ ജീവിച്ചിരിക്കുന്നത് പ്രതികാരം വീട്ടാൻ വേണ്ടി തന്നെയാ. സമയം കടന്നുപോയി. എല്ലാവരും പാർട്ടിയിൽ ഓരോ ബിയറും കഴിച്ചു നിന്നുകൊണ്ട് ആകെ കിറങ്ങിയ അവസ്ഥയിലാണ്. വൃന്ദ കുടിച്ച വൈനെല്ലാം ആകെ ഛർദ്ദിച്ചുകൊണ്ട് നിന്നതും ദീപക്കും ദിയയും എല്ലാം അവളെ ആശ്വസിപ്പിച്ചു. അർദ്ധരാത്രി 12 മണിയായി. വൃന്ദയെ കണ്ട് ദീപക് ഞെട്ടി. വൃന്ദ, നീ? അയ്യോ, മത്സ്യകന്യക? അതെ, മത്സ്യകന്യക, ഇച്ഛാധാരി മത്സ്യകന്യക. മത്സ്യകന്യക, ഇച്ഛാധാരി മത്സ്യകന്യക.